ഹലോ, നല്ല നമസ്കാരം. F1 ബ്രാഡ് പീറ്റ് നായകനായിട്ടെത്തുന്ന ജോസഫ് കസാൻസ്കി സംവിധാനം ചെയ്ത ഫോർമുല 1. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എൻ്റർടൈനിങ് ആക്ഷൻ ക്ലാസിക് പാക്കേജ്. ഞാൻ അത്രയും സ്പിരിറ്റോടുകൂടി പറയാൻ കാരണം കിടിലം സിനിമ. ഇതിൻ്റെ വൺ ലൈൻ നോക്കിയാൽ 90കളിൽ, അതായത് 1990കളിൽ ഫോർമുല 1 റേസിങ്ങിൽ നമ്പർ 1 ഡ്രൈവറായിരുന്ന സോണി ഹെയ്ഡ്സൺ ഒരു റൈസിങ്ങിൽ ഇദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ഇതേ തുടർന്ന് ഇദ്ദേഹം ഈ ഫോർമുല 1 റൈസിങ്ങിൽ നിന്നൊക്കെ വിരമിച്ച് മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ ചെറിയ റൈസിങ്ങിലൊക്കെ പങ്കെടുത്ത് ചില മോട്ടിവേഷനൊക്കെ നടത്തി ഡ്രൈവറൊക്കെ ആയിട്ടൊക്കെ ജോലി ചെയ്ത് അദ്ദേഹം ഒരു ചെറിയ ലോകത്തിലേക്ക് ചുരുങ്ങി പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഫോർമുല 1ൻ്റെ അംഗവും അതോടൊപ്പം തന്നെ സുഹൃത്തുമായിട്ടുള്ള റൂബൻ അപ്പെക്സ് ഗ്രാൻഡ് പ്രീമിയർ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാക്കുന്നുണ്ട്. അപ്പെക്സ് GP ഇത് ഈ ഫോർമുല 1 റേസിങ്ങിൽ ഒരെണ്ണം പോലും വിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിലെ ഒരു ഡ്രൈവർ അദ്ദേഹം തടി തപ്പി. അങ്ങനെ ഒരു അവസരം വരികയാണ്. അവസാനം ഒരു 30 വർഷങ്ങൾക്ക് ശേഷം റൂബൻ സോണി ഹെയ്ഡ്സനെ ബന്ധപ്പെടുകയും താൻ വിരമിക്കിൽ നിന്ന് ഇത് മച്ചാനെ പുറത്തു വാടാ, നീ ഞങ്ങളുടെ കൂടെ ചേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ തൻ്റെ ടീമിൽ ഒരു ഡ്രൈവറായിട്ട് വരികയോ അല്ലെങ്കിൽ മോട്ടിവേറ്ററായിട്ടൊക്കെ വരികയാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം വരികയാണ്. അപ്പോൾ ഈ അപ്സ GPയിലേക്ക് അദ്ദേഹം വന്നു ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഡ്രൈവർ, ഒരു കൊച്ചു പയ്യൻ, അവൻ്റെ പേര് പേരെന്തോ ഒരു പേര്, അങ്ങനെ ഒരു പേര്, ഒരു കൊച്ചു പയ്യൻ, ആ പയ്യനുമായിട്ടുണ്ടാകുന്ന കുറേ ക്ലാഷ് ഉണ്ടാകും. അങ്ങനെ ആ പ്രശ്നമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കഥ. F1 റേസിങ്ങിൽ ഫോളോ അപ്പ് ചെയ്യാത്തവർക്ക് പോലും ഈ സിനിമ കിടിലം തൃപ്തി നൽകുന്ന ഒരു സിനിമയാണ്. സ്റ്റോറി ഈസ് നോട്ട് ഇമ്പോർട്ടൻസ് ഇൻ ദിസ് മൂവി, ബട്ട് കിടക്കാച്ചി സാധനം. ഈ ഏതു തരം ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു മേക്കിംഗ്, നമ്മുടെ എക്സ്പെക്ടേഷനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ബ്രാഡ് പീറ്റ് വളരെ വേറെ ലെവല് ക്ലാസിക് പെർഫോമൻസ് കൊണ്ട് ലോകത്തിൽ ഇത്രയും ഓഡിയൻസിനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നടനുണ്ടെങ്കിൽ ബീറ്റ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആയിക്കോട്ടെ, കീബോർഡ്സ്, അതോടൊപ്പം തന്നെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള എല്ലാവരും കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഹാൻസിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഓരോ സീനും എൻഗേജഡ് ആക്കാനുണ്ടല്ലോ. ഈ ഹാർട്ട് ബീറ്റ് കൂട്ടാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഇത്രയും നന്നായിട്ട് കഴിയുമെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. വെറുതെ കിടന്ന് ബഹളം വയ്ക്കുകയല്ല, ഓരോ സീനിന് എന്താണോ ആപ്റ്റായിട്ടുള്ളത് അതിനെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഹാൻസിംഗ്ബർഗിന് കഴിഞ്ഞു എന്നത് 100%. വലിയ ബഹളമൊന്നുമില്ല, കിടുക്കാച്ചി സാധനം. പിന്നെ കോഡിയോ മിറാൻഡയുടെ ക്യാമറ. പിന്നെ ഈ ഫോർമുല 1 റൈസിങ്ങിന് ലാസ്റ്റിൽ ക്ലൈമാക്സിൽ ഒരു റൈസിംഗ് ഉണ്ട്. ഫുള്ള് റോഡാണ്, ഡൗൺ ഷോട്ട് റോഡ്, ഫുള്ള് റോഡെന്ന് വെച്ചാൽ ഫുള്ള് റോഡ്. ആ സീൻ എങ്ങനെ എടുത്തൊന്നും ഒരു പിടിയില്ല. കൺഫേം ആണ്, ഒരു ഐഫോൺ വെച്ച് എടുത്തിട്ടുള്ള ഒരു സാധനമാണെന്ന് കൺഫേം ആണ്, യാതൊരു സംശയമില്ല. പിന്നെ ഈ കർവൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന കുറേ സാധനങ്ങൾ, ഈ ബ്രേക്ക്, ആക്സിലേറ്റർ, ബ്രേക്ക്, അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ കാണിക്കുന്ന സാധനങ്ങൾ കിടുക്കാച്ച സാധനം. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഇതുവരെയും സിനിമകളിൽ കാണാത്ത ഒരുപാട് ഷോട്ടുകൾ. ഇതൊക്കെ എങ്ങനെയാണ് ക്യാമറ വെച്ചെന്നത് പോലും ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലൊക്കെ കുറേ ഷോട്ടുകളുണ്ട്. ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് മേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി ഈ എഡിറ്റർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് ക്ലിപ്പുകളുണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ആ ഒരു ഷോട്ട് ഉണ്ടാക്കുക എന്നത് പറയുന്നത് ഒരു വലിയ സാധനം. സ്പെഷ്യലി ഈ ആക്സിഡൻ്റ് സീനുകളൊക്കെ മാത്രം ആണ് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഗ്രീൻ മാറ്റ് അല്ലെങ്കിൽ ബ്ലൂ മാറ്റ് വെച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു സാധനം പോലും അങ്ങനെ ഗ്രീൻ മാറ്റ് വെച്ച് എടുത്തിട്ടാണെന്നുള്ളൊരു ഫീൽ പോലും തരാത്ത രീതിയിൽ ഗ്രാഫിക്സ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഇതൊരു കിടുക്കാച്ച സിനിമ. കാരണം ഇതിൻ്റെ ലോകത്തിൽ അറിയപ്പെടുന്ന ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ടെക്നിക്കൽ
ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കിടക്കാച്ച സ്ഥാനമാണ്. കഴിയുമെങ്കിൽ ഐമാക്സിൽ പോയി തന്നെ കാണണം. കണ്ടാൽ അത് വേറെ ലെവലായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം ഈ സിനിമ നമുക്ക് ഒരു നല്ല കിടിലൻ സാറ്റിസ്ഫാക്ഷൻ നൽകും. ഒരു റിയൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ കയറിയിരുന്ന് ഡ്രൈവ് ചെയ്ത് ആ റൈസിൽ പങ്കെടുക്കുന്നത് പോലുള്ള ഒരു സീറ്റഡ് പെർഫോമൻസ് ക്ലൈമാക്സിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആരും പോയി ഈ കാറും എടുത്തോട്ടൊന്നും പറപ്പിക്കാൻ നിൽക്കരുത്. ജൂലൈ 1 മുതൽ റോഡ് നിയമങ്ങളൊക്കെ കർശനമാക്കിയിട്ടുണ്ട്. ഡ്രൈവിംഗ് നിയമങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പെനാൽറ്റിയൊക്കെ ഡബിളോ ത്രിബിളോ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. കണ്ടവരുണ്ടെങ്കിൽ വന്ന് കമൻറ്റിൽ തള്ളിമറിക്ക്. ടോപ്പ് ഗണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന കിടുക്കാച്ചി സിനിമ. ഓക്കെ, താങ്ക് യു.